ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ FL ഹാൻഡ്മെയ്ഡ്. ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാനിത് ഇവിടെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. പിക്ചേഴ്സ് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സാർട്ടിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിലൊരുപാട് നല്ല നല്ല പിക്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ക്യൂട്ടായിട്ടുള്ളതും സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അതിലുണ്ടാവും. അത് ഇതുപോലെ ഒരു പേപ്പറിലേക്ക് നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്കെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വൈറ്റ് പോർഷൻ വിട്ടിട്ടും വിടാണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിട്ടിട്ടുള്ളതാവുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. ഇതുപോലെ നമുക്ക് മറ്റുള്ളതും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമുക്കൊരു ടാപ്പ് വേണം. ടാപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പാണ് വേണ്ടത്. അതിനുശേഷം ഈ ടാപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ച് വെച്ചത് ഓരോന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കമഴ്ത്തി വേണം വെച്ച് കൊടുക്കാൻ. ഓരോന്നും താഴെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ടാപ്പ് ഒന്ന് വലിച്ചു കൊടുക്കാവുന്നതാണ്.
വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തത് നമുക്ക് ഇതിൻ്റെ അതേ ഷേപ്പിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ വൈറ്റ് പോർഷൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. അതൊന്നും കുറച്ചുകൂടെ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിന് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതാ ഞാനിവിടെ ഒരു ഡെറ്റോളിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. ഡെറ്റോളിൻ്റെ സോപ്പ് തന്നെ വേണമെന്നില്ല, ഏത് സോപ്പായാലും. അതിൻ്റെ ഉള്ളിലുള്ള ആ പേപ്പർ നമുക്ക് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളതൊന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഇതാ ഒട്ടിച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടേ. അതിന് വേണ്ടി ഞാനിതവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ബുക്കിലേക്ക് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഇൻഷാ അല്ലാ.